കർഷകർ, കൃഷി എന്നിവ ഇന്ത്യയുടെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിന്റെയും സമ്പദ്വ്യവസ്ഥയുടെയും പ്രധാന ഘടകങ്ങളാണ്. രാജ്യത്തെ കാർഷിക മേഖലയ്ക്ക് കരുത്തു പകരുന്ന നിരവധി പദ്ധതികളാണ് കഴിഞ്ഞ 11 വർഷമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ കാർഷിക മേഖല വിത്തിൽ നിന്ന് വിപണിയിലേക്ക് എന്ന തത്വശാസ്ത്രത്തിൽ വേരൂന്നിയ ആഴത്തിലുള്ള പരിവർത്തനത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. ചെറുകിട കർഷകരെയും സ്ത്രീകൾ നയിക്കുന്ന ഗ്രൂപ്പുകളെയും അനുബന്ധ മേഖലകളെയും പിന്തുണയ്ക്കുന്നതിനൊപ്പം ഇന്ത്യയെ ആഗോള കാർഷിക നേതൃത്വത്തിലേക്ക് മാറ്റുന്നതിനും പദ്ധതികൾ ഏറെ സഹായകമായി. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, ഫസൽ ബീമ യോജന, കിസാൻ ക്രെഡിറ്റ് കാർഡ്, സിഞ്ചായി യോജന, സോയിൽ ഹെൽത്ത് കാർഡ്, അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഉൾപ്പെടെ കാർഷിക മേഖലയ്ക്കും കർഷകർക്കുമായി നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ചത്. കാർഷിക മേഖലയിൽ വരുമാന സുരക്ഷ, സുസ്ഥിരത, പ്രതിരോധശേഷി എന്നിവ ഉറപ്പാക്കുന്ന സാങ്കേതിക വിദ്യാധിഷ്ഠിതമായ സമീപനത്തിലൂടെ കർഷകർ ഇത്തരം നയത്തിന്റെ കേന്ദ്രമായി മാറി. ബജറ്റ് എസ്റ്റിമേറ്റുകൾ ശ്രദ്ധേയമായ വളർച്ച കൈവരിച്ചു. 2013-14 27,663 കോടി രൂപയിൽ നിന്ന് 2024-25 1,37,664.35 കോടി രൂപയായി ഉയർന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഡിജിറ്റൽ വിപണികൾ, കാർഷിക സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ തുടങ്ങി നിരവധി സ്മാർട്ട് കൃഷിരീതി സ്വീകരിച്ചതിനൊപ്പം മില്ലറ്റ് കൃഷി, പ്രകൃതിയോട് ഇണങ്ങിയുള്ള കൃഷിരീതികളും ഉൾപ്പെടുത്തിയതോടെ പരമ്പരാഗത കൃഷിരീതികൾ പുനരുജ്ജീവിപ്പിക്കുന്നതിനും പദ്ധതികൾ വഴിയൊരുക്കി. ക്ഷീരമേഖല, മത്സ്യബന്ധനം തുടങ്ങി അനുബന്ധ മേഖലകളും അഭിവൃദ്ധി പ്രാപിച്ചതിനൊപ്പം രാജ്യത്തെ ഭക്ഷ്യസുരക്ഷയിൽ ശാക്തീകരിക്കപ്പെട്ട ഓരോ കർഷകനും നിർണായക പങ്ക് വഹിക്കാനും കഴിഞ്ഞു. ഭക്ഷ്യധാന്യ ഉൽപാദനം 2024-25 347.44 ദശലക്ഷം ടണ്ണായി ക്രമാനുഗതമായി വളർന്നത് കാർഷിക ഉൽപാദനത്തിലെ ശക്തമായ വർധനമാണ് കാണിക്കുന്നത്. നെല്ല്, ഗോതമ്പ് എന്നിവയുടെ MSP വളർച്ചയും റെക്കോർഡ് സംഭരണവും രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. 8 കോടിയിലധികം കർഷകർക്ക് തൊഴിൽ നൽകുന്ന ക്ഷീരമേഖലയും മികച്ച നിലയിലാണ്. പാൽ ഉൽപാദനത്തിൽ ലോകത്ത് 1ാം സ്ഥാനത്തും മുട്ട, മത്സ്യ ഉൽപാദനം എന്നിവയിൽ 2ാം സ്ഥാനത്തും മാംസ ഉൽപാദനത്തിൽ 5ാം സ്ഥാനത്തുമാണ് ഇന്ത്യ. വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം നീങ്ങുമ്പോൾ ഓരോ കർഷകനും ശാക്തീകരിക്കപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.